വിവാഹമെന്ന സ്ഥാപനത്തെ ഞാൻ കഠിനമായി വെറുക്കുന്നു. അതൊരു വലിയ വിഡ്ഢിത്തമാണെന്നാണ് എൻ്റെ ജീവിതവും അനുഭവവും എന്നെ പഠിപ്പിച്ചത്. കോടതി മുറിയിലെ അശ്ലീലം നിറഞ്ഞ നടപടിക്രമങ്ങളിലേക്ക് മാത്രം മനുഷ്യരെ എത്തിക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം. ഇതെന്താ ഒരു പതിവില്ലാതെ? ഒന്ന് ഫോൺ വിളിച്ച് പറയാമായിരുന്നില്ലേ മനോജ്? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ. അച്ഛ വരൂ. എന്താ അമ്മയെ കൂട്ടാഞ്ഞത്? അവൾക്ക് അവളെ ശ്വാസം ഇടാൻ നേരമില്ല. ഇവൻ വന്നപ്പോ ഞാൻ വെറുതെ കൂടെ പോന്നു മാത്രമേ ഉള്ളൂ. അമ്മയെ കണ്ടിട്ട് കുറെ നാളായി. മനോജ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനെ. അച്ഛൻ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. മനോജ് പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ. ഓ, അത് ശരിയാ. എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നീ പോയി വാങ്ങിട്ട് വാ. അല്ല, ഞാനിവിടെ ഇല്ലെങ്കിൽ അവള്. എന്നാ നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി. മോളെ, ഇന്ന് നമ്മുടെ നഴ്സറി ഷൂട്ട് ചെയ്യാൻ സിറ്റി ചാനലുകാർ വന്നിരുന്നു. അവർക്ക് എൻ്റെയും രമണിയുടെയും ഇൻ്റർവ്യൂ വേണം. പക്ഷേ ഞാൻ എന്തെങ്കിലും പറയാൻ അവൾ സമ്മതിക്കണ്ടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അപ്പം അവളെ ഇടങ്കോലിടും. അവൾ ഉത്സാഹം കൊണ്ട് ഓരോന്ന് പറയണതാ. പക്ഷേ കേൾക്കണവർ വിചാരിക്കും അവരുടെ അച്ഛൻ്റെ നഴ്സറി ഞാൻ കൈയടക്കിയതാണെന്ന്. എന്നാൽ സത്യം അതല്ലല്ലോ. 1 വർഷം അത് പൂട്ടിക്കിടന്നതിന് ശേഷമാണ് അച്ഛൻ അത് ഏറ്റെടുത്തതെന്ന് ചാനലുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ അത് മിണ്ടിയില്ല. കാരണം എന്താ? പരസ്പര വിരുദ്ധമായാണ് ഇവർ സംസാരിക്കുന്നതെന്ന് പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാവാൻ പാടില്ല. ഇപ്പൊ തന്നെ എൻ്റെയും രമണിയുടെയും ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഞങ്ങളുടെ ഇടയിൽ തന്നെ തീരണം. അത് മറ്റൊരാളെ അറിയിക്കേണ്ട കാര്യമില്ല. അതല്ലേ അതിൻ്റെ ഒരു ശരി. എന്താ മോളുടെ അഭിപ്രായം? മനോജ് അച്ഛൻ്റെ അടുത്തേക്ക് പരാതിയുമായി വന്നു അല്ലേ? ഏയ്, പരാതിയൊന്നുമില്ല. അവൻ്റെ ഒരു വിഷമം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോളുടെ വേർഷം കൂടി കേൾക്കാതെ ഞാൻ നീ പറയുന്നത് വിശ്വസിക്കില്ല എന്ന്. മോള് പറ, അന്ന് എന്താ ഉണ്ടായേ? ആ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ മാത്രം എന്താ സംഭവിച്ചത്? പ്രിയ, എന്താടത്? വൈകിട്ട് 6 മണി മുതൽ തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നത്. എന്നെ ഒന്ന് വിളിക്കാനുള്ള സമയം പോലും തനിക്ക് ഇല്ലാന്ന് പറഞ്ഞ അതേ, സാധാരണ ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഏതെങ്കിലും ക്ലബ്ബിൽ പോരുന്ന 2 അടിച്ചിരിക്കേണ്ട ഞാൻ ഇന്ന് 2 മണിക്കൂറാണ് ആ ഷോപ്പിംഗ് മോളിൻ്റെ വാതിൽക്ക് നിന്ന് കാല് കഴിച്ച്. അവൾ അപ്പുറത്തെ മുറിയിലുണ്ട്. ഞാൻ ബാൽക്കണിയിലേക്ക് വരാം. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. രാവിലെ ഞാൻ കോടതിയിലേക്കാണെന്നും പറഞ്ഞിറങ്ങും. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കാന്ന്. വൈഫ് ഒന്നും അറിയാൻ പോകുന്നില്ലെന്ന്. അവൾ വല്ല പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനും സീരിയസ് ആയിട്ട് അത് തന്നെ ആലോചിക്കുന്നത്. ഡിവേഴ്സും കഴിഞ്ഞ് കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കിയ പിന്നെ ഈ പാട്ടും പതിങ്ങളും വിളി വേണ്ടല്ലോ. അപ്പോൾ നാളെ നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ ഡിയർ, ബൈ. ടേക്ക് കെയർ. ഉമ്മ. ബൈ. ഗുഡ് നൈറ്റ്. ആ പ്രിയനാ ഒരു ജോലി ഏൽപ്പിച്ചാലും മര്യാദയ്ക്ക് ചെയ്യില്ലെന്ന്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നല്ലാതെ വേറെ ഒരു ചിന്തയില്ല. പറഞ്ഞു നിനക്കിത് വരെ ഉറങ്ങാറായില്ലേ? എങ്കിൽ കുറെ കൂടെ എളുപ്പമായിരുന്നു അല്ലേ? അച്ഛൻ ഇറങ്ങിയോ? ഞാൻ അച്ഛന് കഴിക്കാൻ ശരിക്കും എന്താ അവളുടെ പ്രശ്നം? നിന്നെ പോലെ ഒരു വൃത്തികെട്ടവൻ ഭർത്താവായി കൂടെ താമസിക്കുന്ന തന്നെ എന്താ അത് ഒഴിവാക്കാൻ പറ്റുമോ? ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇത്രയും വിസ്തരിക്കുന്നുള്ളൂ. നാളെ കോടതി കഴിഞ്ഞ് നീ നേരെ വീട്ടിൽ വാ. ബാക്കി അവിടെ നിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച്. നീ അച്ഛനോട് എന്താ പറഞ്ഞത്? ഭാവനെ, നീ അച്ഛനോട് എന്തൊക്കെ നുണകളാ പറഞ്ഞു കൊടുത്തതെന്ന്? ഭാവന, നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഇതിനകത്ത് താമസിക്കുന്നിടത്തോളം കാലം നമ്മൾക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നീ നിന്റേത് മാത്രമായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്കതിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനും അതനുസരിച്ച് പെരുമാറാനും മനോജ് ശ്രമിക്കണമെന്നില്ല. ആ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു.
ഇതിനേക്കാൾ സങ്കടങ്ങൾ അനുഭവിച്ച കുടുംബങ്ങളില്ലേ, അവരെല്ലാം അതൊക്കെ അതിജീവിച്ചല്ലേ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് പറ്റില്ല മനോജ്, ഒരിക്കലും പറ്റില്ല. ഞാനെന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ്. മുഷിഞ്ഞത് മാറ്റിയെടുക്കും പോലാണല്ലോ നിങ്ങൾക്ക് ജീവിതം. അലക്കി ഇസ്തിരിയിട്ട് കോടതിയിൽ പോകും പോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പുതിയതാ. ഓർമ്മകളില്ല, വേദനകളില്ല. അപ്പോഴത്തെ സന്തോഷം മാത്രം പ്രധാനം. അതിന് ഏത് വഴി നിങ്ങൾ തേടും? എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല. ഒരു ജീവൻ കളിപ്പാട്ടം പോലെ എറിഞ്ഞുടച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ അസ്തിത്വത്തെ പോലും മറന്ന് നിങ്ങൾ സുഖവും സന്തോഷവും തേടി പോകുമ്പോ അപമാനിക്കപ്പെടുന്നത് എന്റെ വ്യക്തിത്വമാണെന്ന് നിങ്ങൾക്ക് ഓരോ കാലത്ത് മനസ്സിലാവില്ല. ഭാവന, നീ സംസാരിക്കുന്ന ഭാഷയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭാഷ എന്നാൽ ഒരു സംസ്കാരത്തിന്റെ നിർമ്മിതിയാണ്. ഒരാളുടെ മനസ്സിന്റെ സഞ്ചാരം ഏതു വിധമാണെന്ന് അത് വെളിപ്പെടുത്തുന്നു. മിണ്ടരുതെന്ന് നാം ഒരാളോട് പറയുമ്പോൾ ആ വ്യക്തിക്ക് സംസാരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക മാത്രമല്ല, അയാൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഞാനിരിക്കുമ്പോൾ നീ സംസാരിക്കേണ്ടതില്ല എന്ന് ഒരു ഭർത്താവ് പറയും പോലെയാണ് ഞാനിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്ന്. ഇന്നെന്താ പ്രത്യേകിച്ച്? വാ, വന്നിരിക്കും, പറയാം. മായ ഓർമ്മയില്ലേ? നമ്മുടെ കല്യാണത്തിന് വന്നിരുന്നു. ബെസ്റ്റ്. നമ്മുടെ കല്യാണത്തിന് ആരൊക്കെ വന്നിരിക്കുന്നു? അവരെയൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇത് അങ്ങനെ ഒരാളല്ല. ഞാൻ എപ്പോഴും അവളെ പറ്റി മനോജിനോട് പറയാറുണ്ട്. മനോജിന് ഓർമ്മയില്ലാഞ്ഞിട്ടാ. എന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മായ. ശരി ശരി, പറഞ്ഞിട്ടുണ്ടാവും. നീ കാര്യം പറ. അവളിപ്പോ ഈ ഫ്ലാറ്റിലെ താമസം. ഇതിനകത്തോ? മോളില് പുതിയ താമസക്കാര് വന്നില്ലേ, ഒരു അച്ഛനും മോളും, അതവരാ. ആണോ? ആ, ഇന്നവളെന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങള് കൊറേ സംസാരിച്ചു. ഞാൻ ശരിക്കും റിലാക്സ്ഡ് ആയി. പണ്ടേ അങ്ങനെ അവളോട് സംസാരിച്ച നമ്മൾ ശരിക്കും വേറൊരാളാവും. അവള് പോയപ്പോ എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു മൂഡ് തോന്നി. അതാ ഇങ്ങനെ. അവളോട് ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നുവെച്ചാ നമുക്കിടയിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും. മനോജ്, എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. അച്ഛൻ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അല്ല, ആലോചിച്ചപ്പോ എനിക്കത് ശരിയാണെന്ന് തോന്നി. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. എല്ലാ തിരക്കിന്നും മാറി നമുക്ക് മാത്രമായിട്ട് 1-2 ദിവസം വേണം ഭാവന. ദൂരെ എവിടെയെങ്കിലും മറ്റാരും അറിയാതെ എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. നിന്റെ മുമ്പിൽ ഒരു നാൾ വെറുതെ. ഇതെന്താ ഇവിടെ? എനിക്കൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ വീടാ. മനോജിന് ഈ ഡോക്ടറിനെ എങ്ങനെ പരിചയം? എനിക്കല്ല, അച്ഛന്. പണ്ട് ഈ ഡോക്ടറുടെ കേസ് നടത്തിയത് അച്ഛനായിരുന്നേ. വാ. നമുക്ക് ഒരുമിച്ചിട്ട് സംസാരിക്കണോ അതോ? ഒരുമിച്ച് തന്നെ സംസാരിക്കാം ഡോക്ടർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാവന സ്വന്തമായ ഒരു ലോകത്താണ്. ആ ലോകത്തേക്ക് കടക്കാൻ ഭാവന ആരെ അനുവദിക്കുന്നുമില്ല. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ മനോജിന് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് ഭാവന സംശയിക്കുന്നു. Am I right? അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാവുന്നതിന് മുമ്പ്, മനോജ് ഭാവനയെ ഒളിപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന തോന്നൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഫിസിക്കലായി എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? ദാറ്റ് മീൻസ് കടുത്ത തലവേദനയോ തലപ്പെരുക്കലോ ഒരുതരം ഭയമോ? അപ്പോ ഇവിടെ കൊണ്ടെത്തിക്കാനായിരുന്നു ഈ ഔട്ടിങ്ങും ആഘോഷങ്ങളും ഒക്കെ. ഭാവന, ഞാൻ ഉദ്ദേശിച്ചത് എന്താ? ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിരുന്നെങ്കിൽ എന്നോട് നേരിട്ട് പറയാമായിരുന്നു. ഈ നാടകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. യു ആർ എ ബ്രില്യന്റ് ആക്ടർ. ഞാൻ ഭാവനയെ ഒരു രോഗിയായി കണ്ടല്ല ഇപ്പൊ സംസാരിച്ചത്. ഡോക്ടർ പ്ലീസ്, നിങ്ങളോടുള്ള എന്റെ എല്ലാ വിശ്വാസവും ഇതോടെ തീർന്നു. നിങ്ങളൊരു സൂത്രക്കാരനായ കുറുക്കനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഒരു ചതിയനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. റിയൽ ചീറ്റ്. ഭാവന പ്ലീസ്. മനോജ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നീ കരുതുന്നത്? അയാളുടെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് അന്ന് നീ അയാളുടെ അച്ഛനോട് പറഞ്ഞു. അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ കാര്യവിവേകമുള്ള ആളായതുകൊണ്ട്
നീ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയില്ല എന്ന് നിന്റെ ഭർത്താവിന് അറിയാം. അപ്പോ വീട്ടുകാരുടെ മുന്നിൽ മാനം രക്ഷിക്കാൻ അയാളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നിന്നെ മാനസിക രോഗിയായി മുദ്ര കുത്തുക. പുരുഷന്മാർക്ക് അവരുടെ പരസ്ത്രീ ബന്ധങ്ങൾ കൂട്ടുകാരുമായി ഒരു കപ്പ് കാപ്പിക്കൊപ്പം ഒന്ന് കുറിക്കാനുള്ള സ്നാക്സ് മാത്രമാണ്. തിരിച്ചതേ നാണയത്തിൽ ഭാര്യ മറുപടി കൊടുക്കട്ടെ, അപ്പൊ കാണാം അവര് തളർന്നു പോകുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അവർക്ക് വഴിവിട്ട ബന്ധങ്ങളാവാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കതായിക്കൂടാ? നീ എന്തായി പറയുന്നേ? എന്നെ കൊണ്ട് പറ്റില്ല. ഐ cannot do it. എടി പോത്തെ, അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അങ്ങനൊരു ബന്ധം നിനക്കൊണ്ടെന്ന് മനോജിന് തോന്നണം. അതും സമൂഹത്തിന്റെ മുന്നിൽ ഒരു വൃത്തിയിട്ട ഇമേജ് ഉള്ള ഒരാളുമായിട്ടാണെങ്കിലോ? അതോടെ മനോജ് നിന്റെ മുന്നിൽ സറണ്ടർ ആവും. പിന്നീട് അയാളുടെ ലോകത്ത് നീയല്ലാതെ വേറൊരാളുണ്ടാവില്ല. അതാണ് പുരുഷന്റെ സൈക്കോളജി. ഒന്നുമില്ല. ഞാൻ ഇറങ്ങുന്നു. ഈ പുസ്തകം വായിച്ചാണോ? റീഡ് ഇറ്റ്, യു ലൈക്ക് ഇറ്റ്. നാളെ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. ഞാൻ ഇത്തിരി വൈകും. 11 മണിക്ക് മുമ്പത്തില്ലേ? ഷോ. പ്രീതിയെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോ വല്ല ബീവറേസിലും കയറി നാളെ നീ പണി ഉണ്ടാക്കി വെക്കരുത്. ഞാൻ നിർത്തി. ഉവ്വ ഉവ്വ. എന്റെ മൊബൈൽ ഇവിടെ എവിടെയോ. അതവിടെ ഉണ്ട്. നാളെ രാവിലെ ലേറ്റ് ആക്കരുതേ. ഓക്കെ. ബൈ. Sadness came down on me again, and it never left me. It makes me sick to think of those days. Nobody takes me out anymore. I just stay here stewing in my own shit. I'm sick of it. I'm sick of it. Sick. 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 പ്രീതി, സേഫായിട്ട് എത്തിയില്ലല്ലേ? അല്ല, വഴിക്കെങ്ങാനും കാർ നിർത്തിയിട്ട് നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് അവനെങ്ങനെ ഇറങ്ങിപ്പോയോ? തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നാളെ ഓടിപ്പിടച്ചിങ്ങോട്ട് വരണമെന്നില്ല. മുൻസിഫ് കോടതിയിലെ കേസ് എന്തായാലും അവധിക്ക് വെക്കണം. അത് ഞാൻ ചെയ്തോളാം. അച്ഛൻ്റെ കാര്യമല്ലേ, അത് നടക്കട്ടെ. ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ആഹ്ലാദം. ഇങ്ങനൊരു സെയിം കേസ് മദ്രാസ് ഹൈക്കോർട്ടിൽ വിധിയായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കോപ്പി മെയിൽ ചെയ്ത് തരാം. അത് വെച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേ. പ്രീതി, തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ആഹ്ലാദം. ഭാവന, കുറെ നേരം ആയില്ലോ ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തു പറ്റി? വെറുതെ ഇങ്ങനെ. ഇന്നൊരു തമാശ ഉണ്ടായി.
നമ്മുടെ ആ വിലാസിനി കൊലക്കേസിലെ പ്രതിയില്ലേ രാജൻ, അവൻ്റെ ഒരു ജാമ്യത്തിൻ്റെ കാര്യം മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു. അവൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. അവന് ഏതൊരു പെണ്ണ് പ്രേമലേഖനം അയച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് അയാളിപ്പോ വേറെ ഏതോ ഒരു ലോകത്താ. ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആദ്യം അവരെ ചെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയപ്പോ അയാൾക്ക് ആ സ്ത്രീയോട് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടമാണ്. വല്ലാതെ വിചിത്രമായിരിക്കുന്നു അല്ലേ? ഒരേ സമയം ഒരുപാട് ആളുകളുമായി ബന്ധം പുലർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരാളെ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്നത്? എന്താ ശരിയല്ലേ? ശരിയാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോ ആദ്യത്തെ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. ഇനി നമുക്ക് കളിയൊന്ന് മുറുക്കാം അല്ലേ? പക്ഷേ മായ, എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. എന്തു വന്നാലും ഞാൻ മനോജിനെ പറ്റിക്കുകയല്ലേ? അപ്പോ ഇത്രയും കാലമായി മനോജ് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നതോ? എനിക്കറിയില്ല. എന്തെങ്കിലും മനോജ് ഇതറിയുമ്പോൾ എങ്ങനെ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യണമെന്ന്. അങ്ങനൊരു ഘട്ടത്തിൽ എത്തുമ്പോഴല്ലേ മനോജിന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോ നീ വേദനിച്ചതിന്റെ ആഴം എത്രയാണെന്ന് അപ്പോഴയാൾക്ക് മനസ്സിലാവും. പക്ഷെ അപ്പം മനോജ് എന്നെ ശരിക്കും വെറുക്കില്ലേ? അങ്ങനെ മനോജിനെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ നഷ്ടപ്പെടുന്ന ആരാ പറഞ്ഞേ? നിന്നോട് ഇത്രയും കാലം ചെയ്ത തെറ്റെന്താണെന്ന് അയാൾ അപ്പം മനസ്സിലാക്കും. കുറെ കൂടെ സിൻസിയറായും ട്രാൻസ്പെറന്റായും അയാൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഉറപ്പാണോ? എന്താ സംശയമുണ്ടോ? ഇല്ല, നീ പറഞ്ഞാലില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് കൺഫ്യൂഷനൊക്കെ മാറ്റിവെക്കാം. ഉം. നീ എഴുതിയതും വായിച്ച് എവിടെയോ ഒരാൾ തന്റെ അജ്ഞാത കാമുകിയെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോ ഒരു രസം തോന്നില്ലേ? ആദ്യം രസം, പിന്നീട് ആ രസത്തെക്കുറിച്ച് ഓർത്ത് അതിലേറെ രസം, പിന്നീട് ആ രസം തന്നെ മതി എന്നൊരു തോന്നൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത്. ഏതിന്റെ? ഇപ്പൊ നിന്റെ ഉള്ളിലൊരു വിത്ത് വീണ് ആ നിമിഷം തന്നെ മുള പൊട്ടി പൂവിടുന്ന അനുഭവം ഉണ്ടാകുന്നില്ലേ? ആ ഗ്രോത്ത്, ദ ഗ്രോത്ത് ഓഫ് ലവ്.